പിന്നെ സാധാരണക്കാരുടെ ജീവിതവുമായിട്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദാനിയേൽ എങ്ങനെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ദാനിയേൽ ജീവിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ എനിക്ക് ജീവിക്കാനാവുമോ? ഈ ചോദ്യമാണ്. ഇത് ഓരോ ലെസണിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഇസ് ഇറ്റ് പോസിബിൾ? അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. വി ആർ ഓർഡിനറി പീപ്പിൾ. അപ്പോൾ അദ്ദേഹത്തിന് അക്കാലത്ത് കഴിയുമെങ്കിൽ ഇക്കാലത്ത് എനിക്കും സാധിക്കുമോ? സാധിക്കില്ലേ? സാധിക്കേണ്ടതല്ലേ? ഇതൊക്കെ ചിന്തയ്ക്ക് വിഷയീഭവിക്കേണ്ടതാണ്. ഒരു തുറന്ന മനസ്സോടെ ഈ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഇരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒത്തിരി വർക്ക് ചെയ്ത് ഞാൻ പ്രിപ്പയർ ചെയ്താലും ഈ നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയാണ് എനിക്ക് പ്രസൻറ്റേഷൻ അത് ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കും. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഇതിൽ പങ്കാളിയാണ്. ഇന്നത്തെ ധ്യാനം തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ദൈവമക്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, 2 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു. ടോട്ടലി ഈ 2 ചാപ്റ്റർ നിന്ന് മനസ്സിലാക്കിയത് എന്താണ്? ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഒത്തിരി ഇൻ്റലക്ച്വലി കാര്യങ്ങളൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. ആസ് എ പേഴ്സൺ എനിക്കെന്താ മനസ്സിലായി? എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞത് എന്താണ്? അതിനകത്തൊരു ആധ്യാത്മിക ചിന്തയുണ്ടാവണം. ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ ദാനിയേലിനെ പോലെ ജീവിക്കാനാവുമോ എന്ന ചോദ്യമായിരുന്നല്ലോ. അപ്പോൾ ഈ 2 അധ്യായങ്ങൾ അങ്ങോട്ട് നമ്മൾ ഇത്രയും ദിവസം 15-14 പഠന പരമ്പര നമ്മൾ നടത്തി. ഉരുത്തിരിഞ്ഞതായിരിക്കുന്ന ചിന്ത എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ചെറിയ ചിന്തകളായിരിക്കും, അതൊന്നും പ്രശ്നമില്ല. ഒന്നും മനസ്സിലായില്ല എങ്കിൽ നമുക്ക് 3-ാമത്തെ അധ്യായം മുതൽ ഇനി പറയണ്ട. ഇതിനെ പറഞ്ഞിട്ടെന്തോ ഗുണമാണ്. ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ അത് പ്രസംഗം പോലെയല്ല, അത് എഴുതിയെടുക്കണം. ഇത് എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാൻ തരത്തിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് ഓരോ നോട്ട്സ് ഓരോ പോയിൻറ്റ്സും ഒക്കെ പറയുന്നത്. അത് പ്രത്യേകിച്ച് ബിംബത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ കേട്ടിരുന്നാൽ അതങ്ങ് മറന്നു പോകും. അത് നോട്ട് ചെയ്ത് വെച്ചെങ്കിലേ അത് കൂടുതലായിട്ട് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഒന്നും പിടികിട്ടില്ല. പറഞ്ഞു എന്നെ വേണേ പറഞ്ഞു. ഐ ഡോണ്ട് മൈൻഡ്.
ഒറ്റ Okay, thank you. Anybody else? കംപ്ലീറ്റ് വെയിൻ ഡൗണായി, മുഴുവൻ വെയിൻ തളരാനും പാടില്ല, വെയിൻ മുഴുവൻ ഡൗണായി. സർജറി വാർഡിൽ നിന്ന് ഒരു ഡോക്ടർ വന്ന് വെയിൻ കണ്ടുപിടിക്കാനായിട്ട് ഈ നെക്കിലൊരു വെയിൻ കണ്ടു. ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. അവസാനം അവിടെ നിന്ന് ബന്ധുക്കോസുകാരി എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ഒരു മദർ ദിവസം അവരെന്നോട് പറഞ്ഞു, അവർ പോയി കഴിഞ്ഞു, സാറേ ഞാൻ ഒരു കാര്യം പറയാം, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം നമുക്ക് സ്വർഗത്തിൽ. ഞാൻ ഇവിടെ ഒരു വെയിൻ സാറിന് കണ്ടിട്ടുണ്ട്, ഇവിടെ ആ വെയിൻ 3 ദിവസം, സാധാരണ ഒരു വെയിൻ 2 ദിവസം കൊടുക്കാം. അതുകൊണ്ട് ഈ വാക്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ഒരു ഞാൻ സാക്ഷ്യമായി ഇത് ധ്യാനിക്കുമ്പോൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതായിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ, എന്നെ തന്നെ പഠിപ്പിച്ച ഒത്തിരി കാര്യങ്ങൾ ഞാനൊരു കുറച്ച് ചെറിയ പോയിൻറ്റ്സായിട്ട് ഞാൻ തന്നെ രാവിലെ എഴുന്നേറ്റ് ധ്യാനിച്ചപ്പോൾ ഞാൻ കുറിച്ച് വെച്ചിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതായിരിക്കുന്ന ഒരു സെൻറ്റൻസ് നിങ്ങൾ ഓർക്കുന്നു, വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു സെൻറ്റൻസാണ്. ഇതൊരു ദാനിയേൽ പ്രവചനത്തിലെ അടുപ്പത്ത് ദാനിയേലിൻ്റെ ക്യാരക്ടറുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ്. Their legs were in Babylon, but their head was in Jerusalem. ഇതിൻ്റെ മുഴുവൻ ഒരു സുന്ദരമായ എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു സെൻറ്റൻസാണ്. Their legs were in Babylon, but their head was in Jerusalem. ഞാൻ അതിന് പൂരകമായി നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു, our legs are on earth, but let our mind should be in heaven. That is Christianity. That is Christianity. That is Christian spirituality. Even though we are living on this planet, our heart and minds are set on heaven. It's in heaven. അതാണ് യഥാർത്ഥ ഭക്തൻ്റെ ജീവിതം. അതാണ് നമ്മൾ പാടിയ പാട്ടുമൊക്കെ. ഇതാ ഭക്തരിൽ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാൻ ജീവിതം വേറെ ഉണ്ടോ എന്ന് ചോദിച്ച് പാട്ടൊക്കെ പാടിയ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ആ പാട്ട് ഞാൻ പിന്നെ പാടാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് ഓർത്തിരിക്കത്തില്ല. പഴയ പാട്ടൊന്നും നമുക്ക് വേണ്ട. 2 പാട്ട് ഞാൻ പഴയ പാട്ട് കഴിഞ്ഞ പ്രാവശ്യം പാടി. എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ അച്ഛൻ പഠിപ്പിച്ച ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓർമ്മ. ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ചില ചിന്തകളാണ്. ഒരു സാഹചര്യവും നാം സൃഷ്ടിക്കുന്നതല്ല. ഒരു സൃഷ്ടിച്ചതാണോ സാഹചര്യം? അല്ല. പിന്നെ അത് നമുക്ക് ഭവിക്കുന്നതാണ്. ദൈവഹിതപ്രകാരം ഭവിക്കുന്നതാണ്, ദൈവം അനുവദിക്കുന്നതാണ്. സർക്കംസ്റ്റാൻസസ് ഒന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല. ആണോ? ആ സാഹചര്യത്തിൽ നാം ആയിത്തീരുകയാണ്. അതിന് പല കാരണങ്ങളും, അതിലേക്കൊന്നും ഞാൻ നമ്മുടെ ചിന്തയുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് പ്രവേശിക്കും. പല കാരണങ്ങളെക്കുറിച്ചൊക്കെ നമുക്കതിലേക്ക് പഠിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത് തന്നെ പഠിപ്പിച്ചത്, ലഭ്യമായ ഏത് സാഹചര്യവും ഒരു ഭക്തന് തൻ്റെ ഭക്തിയും ദൈവത്തെയും വെളിപ്പെടുത്താനാവും. ഏത് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, ഏത് ലോകത്തിൻ്റെ ഏത് കോണിലുമായിക്കോട്ടെ, നീ ഒരു ദൈവപൈതലാണെങ്കിൽ അവിടെ നിനക്ക് നിൻ്റെ ദൈവത്തെ വെളിപ്പെടുത്താനായിട്ട് സാധിക്കും. അത് സംശയമില്ല, സന്ദേഹമില്ല. ഈ വലിയ പ്രതികൂല സാഹചര്യങ്ങളിൽ
ജോലി എടുക്കുന്ന ആളുകളെ എന്നോട് അവരുടെ അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ട്. ചില കൺവെൻഷനുകളൊക്കെ പോകുന്ന ഉടനെ കൺവെൻഷൻ കഴിയുമ്പോൾ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടൊക്കെ ഈ സുപ്പീരിയേഴ്സിൻ്റെ ഒത്തിരി പ്രഷർ, വർക്ക് ലോഡ് കൂടുതൽ കൊടുക്കുക, അവർ മൂലം മറ്റുള്ളവർക്കൂടെ കൈക്കൂലി വാങ്ങിക്കാൻ പറ്റുകയില്ല എന്ന കാരണത്താൽ അവരെ ഒത്തിരി പീഡിപ്പിക്കുക, എങ്ങനെയെങ്കിലും പീഡിപ്പിക്കുക, അങ്ങനെയുള്ള ഒത്തിരി പ്രഷർ ഒക്കെ ചെലുത്തുന്ന ആളുകൾ. അവിടെയൊക്കെ സഹിച്ച് നിൽക്കാനുള്ള കൃപ, സ്പെഷ്യൽ ഗ്രേസ് ദൈവം ഞങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന് പറഞ്ഞ് കൈപിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിച്ചിട്ട് വിടുന്ന ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഈ നഷ്ടങ്ങളും പ്രതിസന്ധികളും സ്വാഭാവികമാണ്. എന്നാൽ ആ നഷ്ടങ്ങളുടെ നടുവിൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാതെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ആവും. ദാനിയേലിൻ്റെ പാഠം നൽകുന്ന നല്ല ചില ചിന്തകളാണ്. 3, നാം ജീവിക്കുന്ന കാലത്തും ലോകത്തും വെച്ച് നീട്ടുന്നതെന്തും വിവേചനം കൂടാതെ സ്വീകരിക്കാൻ നമുക്ക് അവകാശമില്ല. വിവേചനം കൂടാതെ വെച്ച് നീട്ടുന്നതെന്തും നന്മയ്ക്കാണെന്ന് വിചാരിച്ച് സ്വീകരിക്കാൻ നമുക്ക് അവകാശമില്ല. സത്യമല്ലേ? കഴിച്ചു, നല്ലതാണ്. അവരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് നന്മയാണെന്ന് അവർക്ക് ബോധ്യമുള്ളത് വോളണ്ടറിലി ചോദിക്കാൻ നമുക്ക് തരിക, ഇഷ്ടം പോലെ കഴിക്കാം, സ്വാതന്ത്ര്യം കിട്ടുക. അപ്പോൾ ഈ ആരുമില്ലാത്തിടത്തും ആരുമല്ലാത്ത സാഹചര്യത്തിലും, ആരുമില്ലാത്തിടത്തും ആരുമല്ലാത്ത സാഹചര്യത്തിലും ലഭിക്കുന്നതെന്തും സ്വീകരിക്കാൻ നാം ടെംപ്റ്റഡ് ആകും. അതും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രത്യേക കോണ്ടെക്സ്റ്റ്. അവിടെയാണ് ഉള്ളിലെ ഭക്തി, ഉള്ളിലെ ദൈവാംശം, ഉള്ളിലെ വിശുദ്ധി, ഉള്ളിലെ ദൈവാവബോധം, ഇവയെല്ലാം കൂടെ ചേരുമ്പോഴാണ് പറയുന്നത് എനിക്ക് വേണ്ട. ഈ തൻ്റെ ഭക്തിയെ കളങ്കപ്പെടുത്തുമെന്ന് തനിക്ക് ബോധ്യമുള്ളതിനോട് തൻ്റെ ഇടത്തോടെ നോ പറയാൻ പഠിച്ചൊരു മനുഷ്യനാണ്. എനിക്ക് വേണ്ട. അത് മറ്റൊരു പ്രമാണമൊന്നും അവിടെയില്ല. പക്ഷേ അവൻ്റെ ഉള്ളം പറഞ്ഞു. ഭക്ഷണത്തിന് മേൽവിചാരകനായി നിയമിച്ച മനുഷ്യനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ദാനിയേൽ, ഓർക്കുന്നുണ്ടോ? ഒരു അപേക്ഷ അയച്ചു. എന്താണ് അപേക്ഷ? അല്ലല്ല, അതൊക്കെ പിന്നീട്. രാജാവിൻ്റെ അങ്ങനെയല്ല, ഭോജനം കൊണ്ടും രാജാവിൻ്റെ വീഞ്ഞുകൊണ്ടും എൻ്റെ ജീവിതത്തെ അശുദ്ധമാക്കാൻ തരുതരുത്. അപ്പോൾ തനിക്ക് കളങ്കം ഭവിക്കുമെന്ന് ഉത്തമ ബോധ്യമുള്ളതിനോട് നോ പറയുന്നതിനായിട്ട് യാതൊരു പ്രയാസമില്ല. പ്രിയപ്പെട്ടവരൊരു കാര്യം അറിഞ്ഞു, ഇവിടെ ചിലതിനോട് നോ പറയാതെ നമുക്ക് സ്വർഗത്തോട് യേസ് പറയാൻ പറ്റില്ല. അതങ്ങനെയാണ്. എല്ലാം കൂടെ പുലുകിക്കൊണ്ടൊരു ജീവിതം സാധ്യമല്ല, ആത്മീയത സാധ്യമല്ല. അതും വേണം ഇതും വേണം, നടക്കത്തില്ല. അതിന് 2 തോണിയിൽ കാല് വെക്കുക, ഡൗൺ മൈൻഡഡ് ഫെയ്ത്ത് എന്നൊക്കെ പറയും. ലഭ്യമായതെല്ലാം ഭൗതികമായത് സ്വീകരിക്കുമ്പോൾ സ്വർഗീയമായ ചിലതിനോട് നീ നോ പറയേണ്ടതായിട്ട് വരും. ചരിത്രം പരിശോധിച്ചാൽ, വിശുദ്ധന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ അവരെല്ലാം വർജിച്ചവരാണ്. പലപ്പോഴായി പ്രിയന് വേണ്ടി വർജിച്ചവരാണ്, വേണ്ടാന്ന് വെച്ചവരാണ്, നോ പറഞ്ഞവരാണ്. ജോലിയോട് നോ പറഞ്ഞവരുണ്ട്, പണം വേണ്ടാന്ന് പറഞ്ഞവരുണ്ട്, വലിയ സ്റ്റാറ്റസിലിരുന്ന ആളുകൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയാണ്. നമുക്ക് ഉള്ള ആളാണ് അഡ്വക്കേറ്റ് A. സൈറസ്.
തങ്കച്ചാൻ എന്ന് പറയുന്നത് നേരത്തെ ഞങ്ങളുടെ വീടുമായിട്ട് ബന്ധമുള്ള പനിക്കലയാണ്. അപ്പോൾ എൻ്റെ വലിയ വല്യമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിൻ്റെ കുടുംബമാണ് പനിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ തങ്കച്ചായനെ ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം ഒത്തിരി കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഹൈക്കോർട്ടിലെ ഒരു വലിയ പ്രഗത്ഭനായിരിക്കുന്ന വക്കീലായിരുന്നു. അവിടെ ചെന്ന് ഛത്തീസ്ഗഡിൽ ചെന്നിട്ട് അവിടെയും ഹൈക്കോർട്ടിൽ പോയി വാദിച്ചിട്ടുണ്ട് പാവങ്ങൾക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടി. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് കേട്ട് ജഡ്ജി പോലും അന്തം വിട്ടിട്ടുണ്ട്. അത്ര മനോഹരമായി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന മനുഷ്യനായിരുന്നു. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്താ മോനെ, ഞാൻ ജോലി രാജിവെച്ചപ്പോൾ നമ്മുടെ കുടുംബത്തിലെ പലരും എന്നോട് പോഷത്വം നീ കാണിക്കാൻ പോകുന്നു. തീറ്റ വിട്ട് തൊഴിലാളികളോടുകൂടെ എവിടെ പോയി? വടാട്ടുപാറ പോയി അവരുടെ കൂടെ ഈറ്റയും വെട്ടി അവരെ കൂടെയൊക്കെ ജീവിച്ച മനുഷ്യനാണ്. ഒരു ദർശനം അദ്ദേഹത്തിന്. ഉന്നതമായിരിക്കുന്ന ഒരു മനുഷ്യൻ. ഞങ്ങൾ പലപ്പോഴും കണ്ട് വർത്താനമൊക്കെ പറയാം. അദ്ദേഹം പറഞ്ഞതെല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം സഭയിലെ പല കാര്യങ്ങളും പ്രത്യേകിച്ച് ഞങ്ങൾ സുവിശേഷകർക്ക് ഈ ചർച്ച നൽകുന്ന ഇതിനെക്കുറിച്ചൊക്കെ ഒരിക്കൽ പറഞ്ഞാൽ, നീ ഒരു കാര്യം ചെയ്യും, ഒന്ന് എഴുതിത്താ, ഞാൻ ബാക്കി ചെയ്തോളാം. ഞാൻ പറഞ്ഞത് വേണ്ട. അങ്ങനെ ഒത്തിരി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഉന്നതനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലാം കളഞ്ഞിട്ട് വേണ്ടെന്ന് വെച്ച് കർത്താവിൻ്റെ ശ്രേഷ്ഠമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. 53 പ്രാവശ്യം മലേറിയ അറ്റാക്ക് ഉണ്ടായ 53 പ്രാവശ്യം. എന്തോ നമുക്ക് പഠിക്കേണ്ട പാഠമാണ്. ഒക്കെ ദാനിയേലിനെ പോലെയൊക്കെ ജീവിച്ചതായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ പുഷ്ടിക്ക് ആവശ്യമെന്ന് കരുതുന്നത് അല്ല ഭക്തന്. അവ നൽകുന്ന പുഷ്ടിയേക്കാൾ പുഷ്ടി തരാൻ കഴിയുന്ന ചിലതിനെ കണ്ടെത്തിയവനാണ് ഭക്തൻ. ഏലിയാവ് ചൂരച്ചിലയുടെ താഴെ കിടന്നല്ലോ. അപ്പോൾ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പം വെള്ളവും കൊടുത്ത് വിട്ടു. ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് എത്ര 40 ദിവസം അദ്ദേഹം യാത്ര ചെയ്തു. ഇങ്ങനെ ഭക്തന് കഴിയും. ഇറ്റ് ഈസ് പോസിബിൾ. ഇന്നും സാധിക്കും. ഈ അനേക ദിവസങ്ങൾ പട്ടിണി കിടന്നിട്ടുള്ളയാളാണ് ഞാൻ. ഫാസ്റ്റിംഗ് അല്ല, ഇല്ലാത്തതുകൊണ്ടാണ്. സാറിന് മനസ്സിലായി? ഇല്ലാത്തതുകൊണ്ട്. അപ്പോഴും വീട്ടിൽ പ്രാർത്ഥനയും കൂട്ടായ്മയുണ്ട്. ഞങ്ങൾക്കൊരു ദോഷം സംഭവിച്ചിട്ടില്ല. നല്ല ശക്തിയോടെ നിൽക്കാൻ ദൈവം കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുന്നുണ്ട്. എല്ലാ പ്രതിസന്ധികളും നമ്മുടെ ഒരു ഭക്തന് നൽകുന്നത്, പ്രതിസന്ധികളൊന്നും ദൈവത്തിൽ നമ്മെ അകറ്റുന്നതിനല്ല, കൂടുതൽ ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നതിനാണ്. ഞാനൊരു റെഫറൻസ് പറയാം, നിങ്ങൾ വാക്യം പറയണം. അല്ലെങ്കിൽ ഞാൻ വാക്യം പറയാം, നിങ്ങൾ റെഫറൻസ് പറയണം. ഏത് വേണം? നമ്മുടെ സാധാരണക്കാരുടെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്. എന്നാലേ വല്ലതും മനസ്സിലാകും. സെമിനാരി ഭാഷയോ ബൈബിൾ സ്കൂൾ ഭാഷയോ ഒന്നും അല്ലിത്. എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. യോബ് എന്ന് പറഞ്ഞ കാര്യം നടക്കത്തില്ല. ഞാൻ ചോദിച്ച റെഫറൻസ് പറയണമെന്നാണ് പറഞ്ഞത്. 23-ാം അധ്യായം 10-ാം വാക്യം. ഞാൻ പറഞ്ഞ എന്താ? ഒന്നീ ഞാൻ റെഫറൻസ് പറയും, നിങ്ങൾ വാക്യം പറയാം. അല്ലെങ്കിൽ ഞാൻ വാക്യം പറയും, നിങ്ങൾ റെഫറൻസ് പറയാം. ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന ചെയ്യാൻ പൊന്നുപോലെ പുറത്തു വരും. ആത്മായ ശുശ്രൂഷകന് സംശയം കണ്ടോ? അങ്ങനെ ഉണ്ടോ എന്ന് നോക്കടാ. നിന്റെ കയ്യിൽ ദിവസത്തിൽ നോക്കും. ഇല്ലയോ? പുള്ളിയെല്ലാം മടക്കി വെച്ചേക്കും. ഒരു കാര്യം കൂടെ, ഈ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ, നമ്മുടെ കാലശേഷം നമ്മുടെ ദൈവത്തെ സ്മരിക്കത്തക്ക തരത്തിൽ എന്തെങ്കിലും ഒന്ന് ഈ കാലത്തിൻ്റെ ചുവരിൽ എഴുതാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? തോമാസ് പറഞ്ഞ് മനസ്സിലായോ? ഈ ലോകത്തിലെ ജീവിതം തിരിഞ്ഞു പോകുമ്പോൾ കാലത്തിന് മായ്ക്കാനാവാത്ത തരത്തിൽ
എന്തെങ്കിലും ദൈവീകമായത് ഈ കാലത്തിൻ്റെ ചുവരിൽ കുറിച്ച് വയ്ക്കാൻ നമുക്കാവും? ഞാൻ എന്നോട് ചോദിച്ച ചോദ്യമാണ്. ഭൂമിയിൽ ജീവിച്ചിരുന്നുകൊണ്ട് സ്വർഗത്തെ കാണാൻ പറ്റും. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗീയമായത് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടുമോ? കിട്ടും. അതിനെന്താ വേണം? കണക്ഷൻ എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ സുതാര്യതയാണ് പ്രസക്തം. സ്വർഗവുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, സ്വർഗം എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ദൈവവുമായിട്ടുള്ള നമ്മുടെ അറ്റാച്ച്മെൻ്റാണ് ഈ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി കിട്ടും. ഭൂമിയിലിരുന്ന് സ്വർഗത്തിലെ കാര്യം കണ്ട മറ്റൊരു മനുഷ്യൻ്റെ പേര് വേഗം പറയണം. സമയം പോയി, സമ്മാനം പോയി, അല്ലെങ്കിൽ നിശ്ചയമായിട്ട് സമ്മാനം തന്നേന്. സ്വർഗത്തിൻ്റെ മഹത്വം ഭൂമിയിലിരുന്ന് കണ്ട ഒറ്റ ഒരുത്തനേ ഉള്ളൂ, യോഹന്നാൻ. എന്തുകൊണ്ട്? അത് ഭാഗികമാണ്, അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗികമാണ്. പക്ഷേ പൂർണ്ണമായി കണ്ടതാരാ? യോഹന്നാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ തെളിയിച്ചു തരാം. അല്ല, നിങ്ങളെന്നാ സ്തെഫാനോസിനെ തെളിയിക്കും മുഴുവനാ അദ്ദേഹം കണ്ടത്? ഇല്ല. സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിന് അവിടെ നിൽക്കുന്നതും കണ്ടു, വലത്തുഭാഗത്ത് നിൽക്കുന്നതും കണ്ടു, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ എന്തോ ആണെന്നോ? അതിൽ കൂടുതൽ എന്താണെന്ന് യോഹന്നാൻ കണ്ടത്? പത്മോസ് ദ്വീപിലിരുന്ന് യോഹന്നാൻ കണ്ടത് ഈ ക്രിസ്തു, ഈ ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ യുണീക്നെസ്. ആരാണ് യേശു എന്ന്, ഉയർത്തെഴുന്നേറ്റ യേശു ആരാണെന്നും സ്വർഗത്തിൻ്റെ പൂർണ്ണ ആ രൂപത്തിൽ ഈ ഭൂമി ഇരുന്നുകൊണ്ട് കണ്ടയാളാണ്. 1-ാം അധ്യായത്തിലുണ്ട്. എന്താ 1-ാം അധ്യായത്തിൽ? ഇത്രയും സംശയം പറഞ്ഞുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന, അല്ല ഇവിടെ കോണ്ടെക്സ്റ്റുവൽ അല്ല. 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കേൾപ്പാനല്ല. അവിടെ തെറ്റിപ്പോയി സാറേ, ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. എടുത്തു സാറേ ഒന്ന് നോക്കി. ചുമ്മാ അത് പറയണ്ട, ഞാൻ സമ്മതിക്കത്തില്ല കേൾപ്പാനെന്ന് പറഞ്ഞാൽ. എൻ്റെ പുസ്തകത്തിൽ അങ്ങനെയില്ല. നാദം കാണുക എന്നോ കേൾക്കുക എന്നോ? അപ്പോൾ സുശീല പറഞ്ഞാൽ ശരിയല്ലേ? അപ്പോൾ പുതിയ വേദോസം എഴുതാം. ഇതാണ് ഒരു ഭക്തൻ. ഒരു ഭക്തൻ്റെ പ്രത്യേകത കണ്ടോ? അദ്ദേഹത്തിൻ്റെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴത്തെ ഇൻറ്റൻഷൻ എന്നാണെന്നറിയാം? ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റൻഷൻ ഇൻ ഹിസ് ലൈഫ്. ഐ വാണ്ട് ടു സീ മൈ ലോർഡ് ആസ് ഹി ഈസ്. I want to see the risen Lord as he is. He was always carrying this desire deep down in his heart. He was traveling, going here and there. പീഡിപ്പിക്കപ്പെടുമ്പോഴും, തിളച്ച എണ്ണയ്ക്കകത്തിടുമ്പോഴും, രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും, ഇത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിവാഞ്ച. ഒരു ഭക്തൻ്റെ അഭിവാഞ്ച ഇങ്ങനെ ആയിരിക്കണം ഭൂമി ഇരിക്കുമ്പോൾ. I want to see the risen Lord, my Lord, who he is, the uniqueness of my Lord Jesus Christ. അത് അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും തെളഞ്ഞു നിന്ന് പ്രത്യാശയാണ്. ആ പ്രത്യാശയുടെ സാക്ഷാത്കാരമാണ് അവിടെ കണ്ടത്. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന്, ദ സോഴ്സ് ഓഫ് ദ സൗണ്ട്, ആ ശബ്ദമുണ്ടായ സോഴ്സ് എനിക്ക് കാണണം. ഐ വാണ്ട് ടു സീ. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടതെന്താണ്? 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും. സ്തെഫാനോസിൻ്റെ വിഷന് എന്താ വ്യത്യാസം കണ്ടോ? ഹൂ ഹി ഈസ്, ദ യുണീക്ക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്താണ് കണ്ടത്? 7 പൊൻനിലവിളക്ക്, സഭയെ കുറിക്കുന്നത് 7 പൊൻനിലവിളക്ക്. നിലവിളക്കുകളുടെ നടുവിൽ എൻ്റെ യേശു എങ്ങനെ നിൽക്കുന്നു? നിലയങ്കി ധരിച്ച്, പിന്നെ മാറത്ത്
ഇന്നത്തെ ഞാനിത് എടുത്തില്ലെങ്കിലും വേണ്ടില്ല, ഇത് പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് ബാക്കി എടുക്കാം. ഇതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാം? എനിബടി ഇപ്പോൾ പറഞ്ഞതിൻ്റെ പറഞ്ഞു കഴിഞ്ഞു സാറേ? യു തിങ്ക് ഓവർ ഇറ്റ്. യേശുക്രിസ്തുവിനെ എങ്ങനെ കണ്ടത്? ഞാൻ ചോദിച്ച യേശുക്രിസ്തുവിൻ്റെ അതുല്യതയാണ്. ഒന്ന്, നിലയങ്കി ധരിച്ചാലേ നിന്നത്. നിലയങ്കി ആരുടെ വസ്ത്രത്തിൻ്റെ ഭാഗമാണ്? രാജാവിൻ്റെ വസ്ത്രം, രാജാക്കന്മാരുടെ വസ്ത്രത്തിൻ്റെ ഭാഗമാണ്. രണ്ട്, നിലയങ്കി മറ്റൊരാളുടെ ഭാഗമാണ്, പുരോഹിതൻ്റെ വസ്ത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ യേശു ആരാണിപ്പോൾ? പുരോഹിതനുമാണ്, രാജാവുമാണ്. ഭൂമിയിലായിരുന്നപ്പോൾ മറിയയുടെ മോനും യാക്കോ, യോസെ, യൂദേ, ശിമോൻ തുടങ്ങിയവരുടെ സഹോദരനുമായ തച്ചൻ്റെ മകൻ കാർപ്പൻ്റർ. പക്ഷെ യോഹന്നാൻ പറഞ്ഞു അവൻ കാർപ്പൻ്ററല്ല, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അതേ യോഹന്നാനാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഞാൻ ഈ പ്രസംഗമൊക്കെ ഒരുക്കുമ്പോൾ മുറിക്കകത്തിരുന്ന് കസേരയിൽ ഒന്നുകൂടെ ഒന്ന് ആഞ്ഞിരിക്കും. ഇപ്പോൾ ഒരു പുതിയ കസേര പിള്ളേർ മേടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ സാറേ ഒന്നുകൂടെ ഒന്ന് ഇരുന്ന് ഉള്ളം സന്തോഷിക്കും. ആരാണ്? അവനെപ്പോലെ ആകാൻ പോവാ നമ്മൾ. പിടികിട്ടിയോ? അവനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരമുണ്ട്. രാജാക്കന്മാരായി എന്നേക്കും ഇരിക്കുന്ന വാക്യമുണ്ട്. അത് പോട്ടെ, അത് ഞാൻ കുറേ വരുമ്പം പറഞ്ഞോളാം. ഇനിയും മാറത്ത് പൊൻകച്ച ഈ ദാനിയേൽ പ്രവചനത്തിൽ തന്നെയുണ്ട്. നമ്മൾ 10-ാം അധ്യായം പഠിക്കുന്നുണ്ട്. വരും ഊഫസ്തങ്കമണിഞ്ഞ് അരയ്ക്ക് ഊഫസ്തങ്കമണിഞ്ഞ് നദീതീരത്തിരിക്കുന്ന പുരുഷനെ കണ്ട്. ഇത് പ്രവാചകൻ്റെ വസ്ത്രത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ജീവിച്ചിരുന്നു കൊണ്ട്, ഭൂമിയിലിരുന്നു കൊണ്ട് ഉദിതനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ അതുല്യത കൺകുളിർക്ക കണ്ട മനുഷ്യനായിരുന്നു ആര്? ആരാണ് അവൻ? പൗരോഹിതന്മാരുടെ പുരോഹിതൻ, രാജാക്കന്മാരുടെ രാജാവ്, പ്രവാചകന്മാരുടെ അവൻ്റെ മണവാട്ടിയാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. എന്താ ഒരു സ്തോത്രം പറയാത്തത്? എന്തായാലും എന്നാ പറ്റിയാൽ പറ്റണം, പോയാൽ പോകണം. കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച് നിർത്തിയ ഈ ബിംബത്തിൻ്റെ, അതായത് വെളിപ്പെട്ട നെബൂഖദ്നേസറിന് വെളിപ്പെട്ട ഈ ബിംബത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിച്ചതാണ്. തല തങ്കം കൊണ്ട്, അതാരാണ്? നെബൂഖദ്നേസർ. ഇത് വെള്ളി ആരെ കുറിക്കുന്നു? മേദ്യപാർസ്യ സാമ്രാജ്യം. പിന്നെ ഇത് ഗ്രീക്ക് സാമ്രാജ്യം, ഇത് റോമ സാമ്രാജ്യം. താഴെയുള്ളത് ഏതാ? ഡെമോക്രസി, ജനാധിപത്യ സാമ്രാജ്യം. അതാണ്. ഇപ്പോൾ ഇത് അതിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ചും ആ ഭരണക്രമത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചിരുന്നു. തല ആരെ കുറിക്കുന്നു? നെബൂഖദ്നേസറിനെ കുറിക്കുന്നു. അത് എന്തിനെ കുറിക്കുന്നു? ഓട്ടോക്രസി, സ്വേച്ഛാധിപത്യം. ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സ്വേച്ഛാധിപത്യം. മറ്റേത് മേദ്യപാർസ്യ സാമ്രാജ്യം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ മേധാവിത്വം. അതായത് രാജാവ് വിചാരിച്ചിട്ട് പോലും സിംഹക്കൂട്ടിലിടാൻ, സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തിടാനും അല്ല അതിനൊന്നിനും അവസരം അവരനുവദിച്ചില്ല. കാരണം അങ്ങനെ നിയമം, അതിനെതിരെ പറ്റത്തില്ല. രാജാവ് ഒത്തിരി ശ്രമിച്ചു നോക്കിയാൽ വൈകുന്നേരം വരെ നോക്കി നടന്നില്ല. അതാണ് ഉദ്യോഗസ്ഥ മേധാവിത്വം. 3, അരിസ്റ്റോക്രസി, പ്രഭുത്വം, മിലിറ്ററി സംവിധാനം. അതാണ് ഗ്രീക്ക് സാമ്രാജ്യത്തിൽ. അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെ ഭരണ പ്രദേശങ്ങളെ 4ആയിട്ട് വിഭജിച്ച് 4 പേർക്ക് അത് വിഭജിക്കപ്പെട്ട കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചു. അടുത്തത് റോമ സാമ്രാജ്യമാണ്. ഇമ്പീരിയലിസം, സാമ്രാജ്യത്വം. അതിനകത്ത്
ഒരു ചക്രവർത്തിയുണ്ട്, അതോട് ചേർന്ന് പ്രഭുക്കന്മാരും മറ്റ് ഭരണ സംവിധാനങ്ങളുണ്ട്. യേശുക്രിസ്തു ജനിക്കുന്ന കാലഘട്ടത്തിൽ AD 476 വരെ നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യമാണ് റോമ സാമ്രാജ്യം. അതിനുശേഷം വരുന്ന ഭരണ സംവിധാനമാണ്, ഭരണക്രമമാണ് കാല് പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും. അതെന്തിനെ കുറിക്കുന്നു? സമ്മിശ്രമായിരിക്കുന്ന ഒരു ഭരണക്രമത്തെ കുറിക്കുന്നു. എസെക്കിയേൽ പ്രവചനത്തിൽ നിന്നൊരു വാക്യം ഞാൻ വായിപ്പിച്ച് അത് ഉദാഹരിച്ച് തന്നതായിരുന്നു. ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാനൊരു ഭാഗം വായിച്ചിട്ട് അത് ഉദാഹരിച്ചതാണ്. അവൻ ഉയർന്നതിനെ താഴ്ത്തുകയും താണതിനെ ഉയർത്തുകയും ചെയ്യും. എന്നിട്ട് ഇന്നത്തെ ഭരണക്രമങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. ഇന്ന് നമ്മുടെ രാഷ്ട്രപതിയായിട്ടിരിക്കുന്നയാൾ ഏത് വിഭാഗത്തിൽ നിന്ന് വന്നതാണ്? ഇന്ന് നമ്മുടെ ഭരണസാരഥ്യം വഹിക്കുന്ന പ്രധാനമന്ത്രി എന്തോ കച്ചവടക്കാരനായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി അവൻ താണതിനെ ഉയർത്തി ഉയർന്നതിനെ താഴ്ത്തും. സാർ ചക്രവർത്തിമാരെ പിടിച്ച്, ചരിത്രം അറിയാവുന്ന സാറുമൊക്കെ ഇരിപ്പുണ്ട്, സാർ ചക്രവർത്തിമാരെ പിടിച്ച് താഴെ ഇറക്കിയിട്ടാണ് അവിടെ കമ്മ്യൂണിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതൊക്കെ വേദപുസ്തകത്തിൻ്റെ സത്യമാണ് സാറേ. അത് എസെക്കിയേൽ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് സംഭവിക്കുന്നതിന് മുൻപേ ദാനിയേൽ പ്രവചനത്തിൽ കൂടെ ചരിത്രം വെളിപ്പെടുത്തി. സാറ് പറഞ്ഞു, God is in control of the total universe and the total history of the universe. He is in control. അതിനോട് ചേർത്ത് നമുക്ക് പറയണം, yes, he is in control of me also. He is in control of the history. ചരിത്രത്തെ ചരിത്രത്തിൻ്റെ തലത്തിൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം. ആര് വരും ആര് വരണം, ഭരണക്രമിതാണ്. ഇത് പറഞ്ഞപ്പോഴേ ഒരു പുസ്തകം സാറൊക്കെ മേടിച്ച് വായിക്കണം. ഒരു വോളിയം എൻ്റെ ഉള്ളൂ. ബൈബിൾ കോഡ് എന്നാണ് അതിൻ്റെ പേര്. മൈക്കിൾ ഡ്രോസ്ലിൻ എഴുതിയ പുസ്തകം ബൈബിൾ കോഡ്. 2 വോളിയം ഉണ്ട്. എനിക്ക് തോന്നുന്നു 1ൻ്റെ ഫോട്ടോ കോപ്പി ഉണ്ടെന്ന് തോന്നുന്നു. അത് ഹീബ്രു ഭാഷയിലുള്ള ബൈബിൾ. അതിൻ്റെ അക്ഷരങ്ങൾ തുടർച്ചയായിട്ട് എഴുതുക, തുടർച്ചയായിട്ട് ഇടതടവില്ലാതെ എഴുതിയിട്ട് അത് ഒരു കമ്പ്യൂട്ടർ കോഡ് ഉപയോഗിച്ച് വായിച്ചാൽ ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഇറ്റ് ഈസ് എൻകോഡഡ് ഇൻ ദ ബൈബിൾ. ഈ കമ്പ്യൂട്ടർ കോഡ് വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ്റെ പേരാണ്, ലോകത്തിലേക്ക് ഏറ്റവും വലിയ മാത്തമാറ്റീഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ഏലിയാഹു റിബ്സ്. അദ്ദേഹം വികസിപ്പിച്ചെടുത്തൊരു കോഡുണ്ട്. ആ കോഡ് ഉപയോഗിച്ച് വായിച്ചാൽ ജാക്സൺ അച്ഛൻ്റെ പേരും അതിനകത്തുണ്ട്. ഏതാ? മൈക്കിൾ ഡ്രോസ്ലിൻ. ഇതൊരു പ്രസ് റിപ്പോർട്ടറാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ബുക്കിനെയൊക്കെ റെഫർ ചെയ്തിട്ട് തൻ്റെ ഈ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് എ ന്യൂക്ലിയർ വാർ ബിറ്റ്വീൻ സൂപ്പർ പവേഴ്സ് ദ വേൾഡ് മേ നൗ ഫേസ് എ ന്യൂ ത്രെറ്റ്, ടെററിസ്റ്റ് ആംഡ് വിത്ത് ന്യൂക്ലിയർ വെപ്പൺസ് എന്നൊക്കെ. ആ മനുഷ്യനാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഹാൻഡ് റിട്ടൺ കോപ്പി ഇസ്രായേൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. പരിശോധിച്ച ശേഷം അദ്ദേഹം ഈ പുസ്തകത്തിനകത്താണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തമ്പുരാൻ്റെ പ്രത്യേക ക്രമീകരണമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളിതൊന്നും പലതും നമ്മളിത് അറിയുന്നില്ല. ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയത്തില്ല. ഇസാഖ് റബീൻ വധിക്കപ്പെടുന്ന കാര്യം അത് പിക്ചർ ചെയ്ത് മാർക്ക് ചെയ്ത് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇസാഖ് റബീൻ വധിക്കപ്പെടുന്ന കാര്യം, ജോൺ എഫ് കെന്നഡി വധിക്കപ്പെടുന്ന കാര്യം അത് മാർക്ക് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതിന് മുമ്പ് എഴുതിയതാണ്. ഇത് മരിച്ചു കഴിഞ്ഞിട്ടാണ് ശേഷം ബൈബിളിൽ അങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിക്കാനാണ് പ്രശ്നം. ബൈബിളിൽ, ഹീബ്രു ബൈബിളിൽ ഇറ്റ് ഈസ് റിട്ടൺ ദെയർ. ഗോൾഡ മേയർ അവിടെ വരുമെന്നുള്ളത് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിത് കേട്ടാൽ അന്തിച്ചു പോകും. പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. 2ാമത്തെ വോളിയം വേണമെങ്കിൽ സാറിന് റെഫർ ചെയ്യാൻ തരാം. കൊണ്ടുപോകാൻ തരത്തില്ല അവിടെ നിന്ന്, കാരണം കൊണ്ടുപോയി ഒത്തിരി പുസ്തകം എനിക്ക് കിട്ടാനുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇനിയും ഈ കുറിച്ച് വെക്കുന്ന ആളുകളുണ്ടെങ്കിലേ എനിക്ക് പറയാൻ തോന്നുള്ളൂ. കാരണം എന്തെന്നറിയാം, ഒത്തിരി അന്വേഷിച്ച ശേഷമാണ് ഞാൻ ഈ കുറിച്ചെടുക്കുന്ന ഈ കാര്യങ്ങൾ.
ഇനിയും ഈ ലോഹങ്ങളുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയും ഇതിൻ്റെ ടെനാസിറ്റിയും തമ്മിലുള്ള ബന്ധം, അതായത് ലോഹങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത, പിന്നെ ലോഹങ്ങളുടെ ടെനാസിറ്റി, അതിൻ്റെ കാഠിന്യം, ഇതെല്ലാം ഈ ലോകത്തിലെ ഭരണക്രമങ്ങളുടെയും സംവിധാനത്തിൻ്റെയും പ്രത്യേകതകളെ സൂചിപ്പിക്കുന്ന അതാണ് ഈ ലോഹങ്ങളൊക്കെ ഉള്ളത്. അത് ഒന്നാമത്തേത് തങ്കത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 19.3. അതായത് ഒരു രാജാവ് നന്നാണെങ്കിൽ രാഷ്ട്രം നന്നായി തന്നെ വരും. ഒരു രാജാവിന് മൊറാലിറ്റി ഉണ്ടെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനം പ്രജകൾക്ക് വളരെ സുഖമാണ്. തങ്കത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് 19.3. തങ്കത്തിൻ്റെ ടെനാസിറ്റി 150, അതിൻ്റെ കാഠിന്യം. വെള്ളി, അതായത് ഇവിടെ കാണുന്ന ഈ മേദ്യപാർശ്യ സാമ്രാജ്യത്തിൻ്റെ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 10.5, കുറഞ്ഞു വരിക. ടെനാസിറ്റി 187, കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുക. ഗുണം കുറഞ്ഞു വരുന്നു, കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുന്നു. 187. താമ്രത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 8.5, അതിൻ്റെ ടെനാസിറ്റി 302, 302. ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാതെ അത് കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുക. ക്വാളിറ്റി കുറയുന്നു, കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇരുമ്പ് സ്പെസിഫിക് ഗ്രാവിറ്റി 7.6, ടെനാസിറ്റി 549. അതാണ് റോമ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് നടന്ന നിഷ്ഠൂരവും ക്രൂരവുമായിരിക്കുന്ന പീഡന പരമ്പരയും. കൊലോസിയം ഉണ്ട്, ഞാൻ പോയി കണ്ടിട്ടില്ല. ഇല്ലയോ കൊലോസിയം? സാറ് കണ്ടല്ലേ കൊലോസിയം? ദുഷ്ടമൃഗങ്ങൾക്ക് ദൈവമക്കളെ ഇട്ടുകൊടുത്ത് ഇടിച്ചു കൊന്നു. ഭക്തന്മാരെ തൂണോട് ചേർത്ത് തുണി മുക്കി ചുറ്റിയിട്ട് കത്തിച്ചു, പന്തം മാതിരി കത്തിച്ചു. തലയിൽ തിരുപ്പം പോലെ ഉണ്ടാക്കിയിട്ട് തലയിൽ ഉച്ചിയിൽ എണ്ണ ഒഴിച്ചിട്ട് അവിടത്ത് കത്തിച്ചു ദീപങ്ങളായിട്ട്. അങ്ങനെ പീഡിപ്പിച്ച സ്ഥലമാണ് കൊലോസിയം. അതൊക്കെ ഇപ്പോഴും. അതാണ് ഈ റോമ സാമ്രാജ്യത്തിൻ്റെ പ്രവർത്തനം. അടുത്തത് കളിമണ്ണാണ്. കളിമണ്ണിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എഴുതിയിട്ടുണ്ട് 1.9, പക്ഷേ അതിൻ്റെ ടെനാസിറ്റി അത് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ തങ്കം കൊണ്ടുള്ള തലയിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ എവിടെ നിൽക്കുക? കളിമണ്ണും ഇരുമ്പും കൂടെ ചേർന്നെടുത്ത് വന്നു നിൽക്കുക. ഈ സമയത്താണ് എന്താ സംഭവിക്കുന്നത്? ഒരിക്കലും നശിച്ചു പോകാത്ത രാജ്യത്വം ആര് സ്ഥാപിക്കുന്നത്? ദൈവം സ്ഥാപിക്കുന്നത്. നമ്മൾ ഈ ദാനിയേൽ പ്രവചനമൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ ഈ ലോകത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അത് നടന്ന ശേഷം എഴുതാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ക്രിട്ടിക്സ് അങ്ങനെ പറയുന്നുണ്ട്. ദാനിയേൽ പ്രവാചകൻ എന്നൊരു പ്രവാചകനെ ജീവിച്ചിട്ടില്ലെന്ന് പറയുന്നവരുണ്ട്. ആ മണ്ടക്കോസ്വാമികളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. എൻ്റെ കർത്താവ് പോലും ദാനിയേൽ പ്രവാചകൻ എന്ന പദത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം. എവിടെ അങ്ങനെ ഒരു വാക്യമുണ്ടോ? എവിടാ? വേദപുസ്തകത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലാണ്. ഞാൻ അധികം നിങ്ങളെ വിശ്വസിപ്പിക്കുന്നില്ല. 24-ാം അധ്യായത്തിലാണ് തമ്പുരാൻ ലോകത്തിലായിരുന്ന സമയത്ത് പറഞ്ഞതാണ് ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം. അപ്പോൾ ദാനിയേൽ ആരാണ്? പ്രവാചകൻ. അത്രയും ഒറ്റ കാര്യം മാത്രം എടുത്താൽ മതി. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചോ? ഇത്രയും സാധാരണ മനുഷ്യനെ കൊണ്ട് ലോകത്തിൽ ഉദിച്ചുയർന്ന് അസ്തമിക്കുന്ന സാമ്രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ സിസ്റ്റത്തെക്കുറിച്ചും എത്ര സൂക്ഷ്മമായിട്ടാണ്. ദൈവമക്കളെ, നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്തെന്നറിയാമോ? ഈ ദൈവത്തോട് നമ്മൾ എത്രമാത്രം അടുക്കുന്നോ അത്രത്തോളം ദൈവിക രഹസ്യങ്ങളെ നമ്മിലേക്ക് അവനിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ട്രാൻസ്മിറ്ററാണ് എന്തോന്നിൻ്റെ ദൈവിക രഹസ്യങ്ങളുടെ. പക്ഷെ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് പ്രാപിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ക്വാളിറ്റിയോട് സാമ്യമായിരിക്കുന്ന ക്വാളിറ്റി നമുക്കുണ്ടായിരിക്കണം. ഈ ഞാൻ പറയുന്നത് എന്നാ അറിയാം, എന്നിൽ കൂടെ അധികം ഒന്നും
എനിക്കധികം കിട്ടാത്ത എന്നറിയാമോ? ദൈവത്തിൻ്റെ ക്വാളിറ്റിക്ക് പറ്റിയ ക്വാളിറ്റി അല്ല എൻ്റെ ലൈഫ്. ഞാൻ എന്താ നിങ്ങളെ പറയാൻ എനിക്ക് എൻ്റെ അവകാശം? എവിടെയൊക്കെ ആർക്കൊക്കെ അങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് സാധ്യമായിട്ടുണ്ടോ അവർക്കൊക്കെ ദൈവം തൻ്റെ വിലയേറിയ മർമ്മങ്ങളുടെ കലവറ തുറന്നു. ഞാൻ ഈ ആദ്യ ഭാഗങ്ങൾ പഠിച്ചപ്പോൾ ഒരു വാക്യം പറഞ്ഞാൽ ഓർക്കുന്നവർക്ക് സമ്മാനം ഉറപ്പാണ്. ഞാൻ ഈ പറഞ്ഞതിനെ സാധൂകരിക്കുന്ന ഒരു വാക്യം പറഞ്ഞു. ദൈവം വെളിപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് ആമോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. ദ ബുക്ക് ഓഫ് ഏമസ് ചാപ്റ്റർ 3 വേഴ്സ് 7. യഹോവയായ കർത്താവ് കാണിച്ചു പോയോ? ആർക്കാണ് വെളിപ്പെടുത്തുന്നത്? ബേലിസാറിന് വെളിപ്പെടുത്താതെ കാവുംഭാഗത്ത് ദൈവം ഒന്നും ചെയ്യത്തില്ല. സാറേ, ഞാൻ ഉദാഹരണം പറഞ്ഞ. പക്ഷെ അങ്ങനെ ആകണമെങ്കിൽ ബേലിസാറായിരിക്കണം. ആരുടെ ബേലിസാറായിരിക്കണം? ദൈവത്തിൻ്റെ ബേലിസാറായിരിക്കണം. ആശമോടെയല്ല, ദൈവത്തിൻ്റെ ബേലിസാറായിരിക്കുമ്പോൾ ഈ ഇതിനകത്തോട്ട് ഈ പ്ലഗ്, ഈ പവറുള്ള സോക്കറ്റിലോട്ട് പ്ലഗ് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് പോലെ എത്രമാത്രം നമുക്ക് അടുത്ത് ചെല്ലാമോ അത്രത്തോളം. ഒരു വാക്യം പറഞ്ഞ്, പുതിയ നിയമത്തിലൊരു വാക്യം പറഞ്ഞ് അടുത്ത് ചെല്ലുന്ന കാര്യം പറഞ്ഞപ്പോൾ അതിന് ശരിയാ പറയുന്നത്, പക്ഷെ ശരിയായിട്ട് പറ. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ. ഞാൻ ഇതല്ലേ സാറേ ചോദിച്ചേ? ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട്. ഇപ്പൊ കുഴപ്പം എവിടാ? വല്ലോ മനസ്സിലായോ സാറേ? എവിടാ കുഴപ്പം? കാരണം നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടെന്നേ, അത് വിടാനും ഒന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മളിങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ എല്ലാവരെക്കാട്ടും നല്ലതാണെന്ന് പറഞ്ഞോണ്ട് എൻ്റെ ഇരിപ്പ്, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. എൻ്റെ ഇരിപ്പ്, എനിക്ക് 4 പ്രസംഗവും അറിയാം, 2 പാട്ടും അറിയാം. ഞാൻ എല്ലാവരെക്കാട്ടിലും കേമനാണ്. ഇവരിയ്ക്കുന്നവരെക്കാട്ടിലൊക്കെ ആര് കേമനാണ്? ഞാൻ കേമനാണ്. നമ്മുടെ പോയി, ഗുണമെല്ലാം പോയി. ദൈവമക്കളെ, അടുത്ത് ചെല്ലാനുള്ള ബേസിക് ക്വാളിറ്റി എന്താണ്? ദൈവത്തോട് ഏറ്റവും അടുത്തുള്ള ബേസിക് ക്വാളിറ്റി എന്താണ്? പറഞ്ഞാണ് വിശുദ്ധി. ആബ്സല്യൂട്ട്ലി കറക്റ്റ്. സിസ്റ്റർ പറഞ്ഞത് ശരിയാണ്. കാരണം എന്നാ, ഈ ദൈവത്തിൻ്റെ യഥാർത്ഥ ക്വാളിറ്റി എന്ന് പറയുന്നത്, വേദപുസ്തകം പറയുന്നത്, ദൈവം തന്നെ പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവെന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും. അടുത്ത് ചെല്ലാനുള്ള ഒറ്റ ക്വാളിറ്റിയേ ഉള്ളൂ. എന്തായിരിക്കുക? അവൻ്റെ വിശുദ്ധിയോടൊത്ത് നാം ആയിത്തീരും. ഈ പൗലോസ് അപ്പോസ്തലനെ, ഞാനിപ്പോൾ ഒരു ട്രാഫിക്കിൽ നിന്ന് മാറിയാ പറയുന്നത്, ഈ പൗലോസ് അപ്പോസ്തലനെ ലോകത്തിലായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ earnest desire deep down in his heart he expressed in Philippians 3. അദ്ദേഹം പറഞ്ഞിരിക്കുക എന്നറിയാമോ? ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വന്തം നീതിയല്ല, ദൈവം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് തന്നെ വെച്ചിരിക്കുന്ന നീതി ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനെ മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കുമെന്നും വെച്ച് ഞാനെല്ലാം ഇപ്പോഴും ചെയ്തുമെന്ന്. ഇതെല്ലാം ദാനിയേൽ പ്രവചനം പഠിക്കുമ്പോൾ ഓർക്കേണ്ട വിഷയമാണോ? ഇപ്പോൾ ദാനിയേൽ എത്രമാത്രം വിശുദ്ധനായിട്ടാണ് ഈ രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തുന്നത്. അപ്പം നമുക്കെന്താ ഒരു പാഠം? ആ അശുദ്ധിയും മ്ലേച്ഛതയും ദൈവങ്ങളുടെ കൂടാണ് അവിടെ. ഒത്തിരി ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങളുടെ വിദ്വാൻമാരുടെയും മന്ത്രവാദികളുടെയും ശകുനവാദികളുടെയും ഇടയ്ക്ക് കിടക്കുമ്പോഴും പറ
വിശുദ്ധി കാത്തുകൊള്ളാം. ഏത് മ്ലേച്ഛതകളുടെ നടുവിലും ഒരു ഭക്തന് വിശുദ്ധിയോടെ ജീവിക്കാൻ സാധിക്കും. നമ്മളൊരു കാര്യം ഓർക്കണം, മറ്റുള്ളവരുടെ ജീവിതമല്ല നമ്മുടെ ആത്മീയതയെ അളക്കുന്ന അളവ് പോലെ. എനിക്കറിയാം എങ്ങനെയാണ്, നീ പോയി തീർന്നു, ഒന്നുമില്ല നിനക്ക്. ഇപ്പം അനുസരിച്ച് ഞങ്ങൾ നല്ല അടുപ്പമാണ്, ഞങ്ങൾ കണ്ട കാലം മുതൽ നല്ല അടുപ്പമാണ്. അപ്പം ഒരു കാര്യം ഒരാൾ ചോദിച്ചാൽ ആ തമ്പാച്ചാൻ എങ്ങനെ, തീർന്നു, ഒന്നും പറയണ്ട, അത്രയും പറഞ്ഞാൽ മതി. വല്ലതും പറഞ്ഞോ? വല്ലതും പറഞ്ഞോ? അനുസരിയാൻ ഒന്നും പറഞ്ഞില്ല, അതോടെ തീർന്നു. പിന്നെ ഇങ്ങനെ മൂടി വെച്ചോണ്ടാ പിന്നെ പറിച്ചില്ല. എവിടെപ്പം പോവാ? പ്രിയം വരുമ്പം പറന്നു ഭാനിക്കുക. ആദ്യം ഗുണപ്പെടാൻ നീ ശരിയാ വൈദ്യ, നീ നിന്നെ തന്നെ ചികിത്സിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ദാനിയേൽ ജീവിച്ച ആ കാലഘട്ടത്തിൽ മ്ലേച്ഛതകളുടെ നടുവിൽ വിശുദ്ധനായി ദാനിയേലിന് ജീവിക്കാനാകുമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളാകുന്ന എനിക്കും അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ സാധിക്കും. അതാണ് പൗലോസ് പറഞ്ഞത്. അതാണ് ഫിലിപ്പി ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. 3 സ്വർഗത്തോളം ആ മനുഷ്യൻ എടുക്കപ്പെട്ടെന്ന് പറഞ്ഞു. ശരിയാ സാറേ, പോകാൻ പറ്റും. കാരണം അവൻ്റെ ഉള്ളിൽ ഒറ്റ ആഗ്രഹമുള്ളൂ, അവൻ്റെ സ്വരൂപത്തോട് എനിക്ക് അനുരൂപണം. പിന്നെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്, ഐ വാണ്ട് ടു വിൻ ക്രൈസ്റ്റ് ആസ് മൈ ഓൺ. അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിനെ നേടണം. ഐ വാണ്ട് ടു വിൻ ഹിം ആസ് മൈ ഓൺ. ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ഇൻറ്റൻഷനാണിത്. ഐ വാണ്ട് ടു മേക്ക് ഹിം ആസ് മൈ ഓൺ. നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണം. അച്ഛനുണ്ടായിരിക്കണം, അത് എനിക്കുണ്ടായിരിക്കണം, എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമാവൂ. നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥവത്തായ സാക്ഷ്യം നിർവഹിക്കാനായിട്ട് നമുക്ക് സാധ്യമാകും. ബിംബത്തിൻ്റെ പാദത്തിൽ, അതായത് കളിമണ്ണും ഇരുമ്പും കൂടെ ചേർന്ന് സമ്മിശ്രമായിരിക്കുന്ന ഭരണ സംവിധാനം നിലനിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആയുഷിൽ തന്നെ കർത്താവ് വരും. അത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദാനിയേലിനെ കാണിച്ചു കൊടുത്ത ദർശനം എന്താണ്? കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് എവിടെ അടിച്ചു? ഏതാണ് ഈ കൈ തൊടാത്ത കല്ല്? വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ പലതിനോട് ഓർമ്മിച്ചിരിക്കുന്നതിൽ ഒന്ന്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ ഇതങ്ങോട്ട് തകർത്തടിച്ചിട്ട് വലിയൊരു സൈന്യമായി തീർന്ന് ഒരു വലിയ രാജത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഭരണം നടത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് ലോക ഭരണക്രമത്തെ മാറ്റാൻ പോകുന്നു. എന്തൊരു ആനന്ദം, എന്തൊരു സന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലും 118-ാം സങ്കീർത്തനത്തിൻ്റെ 22-23 വാക്യങ്ങളിലും റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിലും 1 കോരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും ക്രിസ്തു പാറ എന്ന വിശേഷണം കൊടുത്തിട്ടുണ്ട്. അതിലൊറ്റ കാര്യം മാത്രം ഇപ്പോൾ പുതുനിയമത്തിലാണ് പുതിയ നിയമസഭയാണ് നമ്മൾ. റോമാലേഖനം 9:33 1 കോരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം കാണാപ്പാടം പറയുന്നവർക്ക് അടുത്ത ആഴ്ച സമ്മാനം. എല്ലാവരും ആത്മീയ പാറയിൽ ഞാൻ ഈ വേദാന്തം ഒന്നും ചോദിച്ചില്ല, വാക്യം പറയാനാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ നടക്കത്തില്ല, ആ വാക്യം പറയണം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ ഒന്ന് സംശയിക്കാം. സമ്മാനം കിട്ടാൻ പോകുന്നില്ല, അത് ഇങ്ങനെ ഉഴപ്പി പറഞ്ഞാൽ കിട്ടത്തില്ല. ഒന്ന് വായിച്ചാട്ടെ അനി, ഒന്ന് വായിച്ചു. 1 കോരിന്ത്യർ 10 1 മുതൽ 4 വരെ.
എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എവിടുത്തെ കാര്യം പറയുന്നത്? ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ അല്ലേ, അവിടെ പാറയെ അടിച്ച് വെള്ളം വന്നെന്നൊക്കെ നമ്മളൊരു ഒരു ഒരു വിശ്വാസമാണ്. പക്ഷേ അതിനകത്ത് വേറെ ഒരു രഹസ്യമുണ്ട്. അത് പിന്നത്തെ കാര്യം. കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ അടിച്ചപ്പോഴേ അങ്ങനെ പോയി. ഇത് അടിക്കാൻ തന്നെ പറഞ്ഞാൽ, പക്ഷേ അതിനോട് ചേർന്നൊരു കാര്യമുണ്ട്. ആർക്കും അറിയാം? എത്ര കൊല്ലമായി വാക്യം വായിക്കുന്നു, വേദോക്തം വായിക്കുന്നു. നാളെ ഞാൻ ഹോരേബിൽ പാറയുടെ മേൽ നിൽക്കും. അതാ പ്രശ്നം. അടിക്കേണ്ടത് പാറയല്ല, അവിടെ നിന്നവനാ. സാറേ അങ്ങനെ വാക്യമുണ്ട്. സാറേ ഇങ്ങനൊക്കെ ഉണ്ട് കേട്ടോ, വരാതിരിക്കരുത് അടുത്ത ആഴ്ച. നാളെ ഞാൻ ഹോരേബിൽ പാറയുടെ മേൽ നിൽക്കും. അപ്പോൾ അടിച്ചോണം. ഇപ്പോൾ അടി നടക്കുന്നുണ്ട്, വരത്തിൻ്റെ വേദനയല്ലാതെ ഒന്നുമില്ല. കാര്യം എന്താണെന്നറിയാമോ? അവിടെ ഇല്ലാതുള്ള അടിയാണ്. എന്തോ അടിയാണ് അടിക്കുന്നത്. അത് ഇല്ലാത്തെന്ന് കാണിക്കാൻ വേണ്ടി കൊങ്ങായ്ക്ക് പിടിച്ച് തള്ളി വിടുക, എന്തെല്ലാം പരിപാടികളാണ്, അഭ്യാസങ്ങളാണ് നടത്തുന്നത്. എന്തിനാ പ്രിയപ്പെട്ടവർ? ദൈവത്തിൻ്റെ പേര് ആവശ്യമില്ല. മോശയ്ക്ക് ഇത് വല്ലതും ഉണ്ടായിരുന്നു? ദാനിയേലിന് ഇത് വല്ലതും ഉണ്ടായിരുന്നു? ഭക്തന്മാർക്ക് ആർക്കുണ്ടായിരുന്നു വെപ്രാളവും കാര്യങ്ങളൊക്കെ? എന്നിൽ കൂടെ അത്ഭുതം നടക്കണമെങ്കിൽ അത് ഞാൻ അതിനൊരു സ്പെഷ്യൽ പരിപാടികളൊന്നും നടത്തേണ്ട കാര്യമില്ല. ഇന്ന് ഹീലിംഗ് തന്നെ, ഹീലിംഗ്. ഇപ്പം ഈ അടുത്ത സമയത്തുണ്ടായി, ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു യാത്ര ചെയ്ത് പോയപ്പോൾ അച്ഛൻ ഞാൻ പറഞ്ഞു, ഇപ്പം ഈ കഴിഞ്ഞ മാസമാണ്, ദൈവം ക്ഷമിക്കട്ടെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന ആരും ഇതിലൊക്കെ പിന്നെ പരതില്ല. എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, അദ്ദേഹം മലപ്പള്ളിക്കാരനാണ്. അദ്ദേഹത്തിന് പണ്ട് ഒരു അസുഖം ഉണ്ടായിരുന്നു, പ്രാർത്ഥിച്ചു സൗഖ്യം കിട്ടി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു സഹോദരിക്ക് ഒന്നും കഴിക്കാൻ വയ്യ, എന്തോ കഴിച്ചാലും വയറ്റ് പ്രശ്നം, ഇഷ്ടംപോലെ കാശുള്ളവരാ, മരുന്ന് കഴിച്ച് മടുത്തു, ഒന്നും കഴിക്കത്തില്ല, ഉറക്കമില്ല, ആ പാടെ വെപ്രാളം. നല്ല സുന്ദരിയായിരിക്കുന്ന ഒരു സ്ത്രീ, പ്രായം ഒത്തിരി ഉണ്ട്, മക്കളെല്ലാം കെട്ടിച്ചു കുട്ടികളൊക്കെയാണ്. സാറ് പറഞ്ഞു, സാറിൻ്റെ സെക്രട്ടറിയാണ്, പള്ളിയിലെ സെക്രട്ടറിയാണ്. എനിക്കൊരു സാറിനെ അറിയാം, ഞാനിതുപോലെ ഇങ്ങനെ സുഖമില്ലായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്ക് സൗഖ്യമായി. സാറിനെ ഒന്ന് വിളിച്ച് വരുത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നെ ഈ മനുഷ്യൻ വിളിക്കുമ്പോൾ എനിക്കിതൊന്നും എക്സ്ട്രാ ഗിഫ്റ്റ് ഇല്ലാത്ത ആളെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളൊരുവനാണ് ഞാൻ, ഒരു ഗിഫ്റ്റ് എക്സ്ട്രാ ഇല്ല എനിക്ക്. അവിടെ ഒന്നൊന്ന് പ്രാർത്ഥിക്കണം. സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാനൊരാൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവർ വിളിക്കും, പോകണം, പ്രാർത്ഥിക്കണം. ആ വട്ടി കാല് കുത്തിയപ്പോൾ തന്നെ എനിക്ക് വിഷയം മനസ്സിലായി. അവരോട് സംസാരിച്ചു. ആദ്യത്തെ ദിവസം അവർ പ്രാർത്ഥിച്ചു, ആ ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ നിർത്താൻ പറഞ്ഞു, അതൊക്കെ നിർത്തി. രണ്ടാം ദിവസം വീണ്ടും വിളിച്ചു, 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു, വീണ്ടും പോയി പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ ദിവസം സന്തോഷത്തോടെ പുള്ളിക്കാരത്തിയാണ് വിളിക്കുന്നത്, സാറേ ഞാൻ ഭക്ഷണം കഴിച്ചു. 1 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, ഞാൻ ഭക്ഷണം കഴിച്ചു, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, ഇത് ലോകം മുഴുവൻ കേട്ടോട്ടെ. ആവശ്യക്കാർക്ക് ഞാൻ ആ വ്യക്തിയുടെ പേര് പറഞ്ഞു തരാം, വിളിച്ച് ചോദിക്കാം. അപ്പോൾ CMC പോകണം, വെല്ലൂർ, അവർ ബുക്ക് ചെയ്തിരിക്കുക, വെല്ലൂർ പോകണം. ഓ ഇനിയും പോകുമൊന്നും വേണ്ട, എനിക്ക് സൗഖ്യമായി. ഞാൻ പറഞ്ഞു, അങ്ങനെ അല്ല, പോകണം. അവർ പോയി അവിടെ ചെന്ന് എല്ലാ ടെസ്റ്റും നടത്തിയപ്പോൾ CMCയിലെ വിദഗ്ധ ഡോക്ടേഴ്സ് പറഞ്ഞു, യു ഹാവ് നോ പ്രോബ്ലം, നിനക്കൊന്നുമില്ല, ഇപ്പോൾ ഹാപ്പിയാണ്. 4 വേലക്കാരുണ്ടെങ്കിലേ പണ്ട് പറ്റത്തുള്ളായിരുന്നു, ഇപ്പോൾ തന്നെ വീട്ടുജോലിയൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ചെയ്യും. വല്ലതും എക്സ്ട്രാ നമ്മളുണ്ടായിട്ടാണോ സാറേ? ദൈവത്തിൽ പ്രവർത്തിക്കാൻ വളരെ 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 ശാന്തമായ കാര്യം. എൻ്റെ ആയുസ്സിൽ ഒത്തിരി പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെ സൗഖ്യം ലഭിച്ച ചരിത്രം എന്നേലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, പറയാൻ പാടില്ല, അത് പ്രൊപ്പഗേഷനായിപ്പോയി. ദൈവത്തിനൊരു കാര്യം എന്നിൽ കൂടെ ചെയ്യാൻ ദൈവം തീരുമാനിച്ചാൽ ആര് തടഞ്ഞാലും
അത് നിർവഹിക്കപ്പെടാതിരിക്കത്തില്ല. ദൈവം അത് ചെയ്തിരിക്കും. അങ്ങനെയാണ് ഭക്തനിൽ കൂടെ ദൈവം ചെയ്യുന്നത്. പരസ്യമല്ല, അത് ബഹളം ഉണ്ടാക്കലല്ല. ദൈവം തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് താനത് ചെയ്തിരിക്കും, യാതൊരു സംശയമില്ല. ദൈവത്തിന് സ്തോത്രം. ഈ കല്ല് കാലിലടിച്ച് അത് വലിയ ഒരു സൈന്യമായിട്ട് തീർന്നു. എന്നിട്ട് 2-ാം അധ്യായത്തിൽ 44-ാമത്തെ വാക്യം എന്ന് വായിച്ചാട്ട്. 4-ാം അധ്യായം 44-ാം വാക്യം. ആ സ്വർഗ്ഗസ്ഥനായ ദൈവം ഒരു നാളും ആ ആ രാജ്യത്വം വേറൊരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളൊക്കെ തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. അതായത് മതി ഈ കല്ല് ഈ ഭരണക്രമത്തിൻ്റെ ഈ ഭരണ സംവിധാനം നിലനിൽക്കുന്ന കാലത്ത് ഇവിടെ വന്നടിച്ചിട്ട് ഇതെന്തായി തീർന്നു? വലിയൊരു സൈന്യമായി തീർന്നു. എന്തിനെയാണ് സൂചിപ്പിക്കുന്നതാണ് ദാനിയേൽ പ്രവാചകൻ രേഖപ്പെടുത്തുന്നത്? അത് സർവശക്തനായിരിക്കുന്ന ദൈവം നിത്യരാജ്യത്വം ഈ ഭൂമിയിൽ സ്ഥാപിക്കും. അതായത് തങ്കത്തെ തുടങ്ങി ഇപ്പോൾ എവിടെ വന്ന് നിൽക്കുക? ഇരുമ്പും കളിമണ്ണും കൂടെ ഇടകലർന്ന ഭരണക്രമത്തിൽ വന്ന് നിൽക്കുകയാണ്. ഈ ക്രമത്തിൻ്റെ സമയത്ത് ഒരിക്കലും ഒരു ശക്തിക്കും അഴിച്ചു കളയാൻ പറ്റാത്തൊരു നിത്യരാജ്യത്വം ദൈവം സ്ഥാപിക്കും. കർത്താവിൻ്റെ രാജ്യത്വം സ്ഥാപിക്കും. കർത്താവ് നിത്യരാജാവായി വാഴും. അവനോടുകൂടെ രാജാക്കന്മാരായി നാം ഉണ്ടായിരിക്കും. ഇസ്രായേൽ ഗോത്രം 12 നാം ന്യായം വിധിക്കും. ഇതൊക്കെ പുസ്തകത്തിലുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തെക്കുറിച്ചല്ലേ ഇപ്പോൾ പറഞ്ഞേ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇത് യേശുവിൻ്റെ ജനന സമയത്ത് വെളിപ്പെട്ട ഒരു രഹസ്യമാണ്. എത്ര പേർക്കറിയാം? യേശുവിൻ്റെ ജനന സമയത്ത് ഇങ്ങനെയൊന്ന് സംഭവിക്കുമെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയൊന്ന് നിത്യരാജ്യത്ത് യേശുവിൻ്റെ ജനന സമയത്ത് ഞാൻ പറയുമ്പോൾ ഞാൻ എന്താ ചോദിച്ചത്? യേശുവിൻ്റെ ജനന സമയത്ത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 33 വരെയുള്ള വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം എന്ന് വായിക്കുന്നു. ഞാൻ അതിന് ഉത്തരവാദിയാണോ? ആ ശരി. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ആ ചോദ്യം വരുന്നുണ്ട്. ആ അടുത്തത് ഇല്ല, പിന്നെ ഒന്നുകൂടെ. ആ എത്ര വർഷം പഴക്കമുണ്ട് നമുക്ക് എബനേസറുകാർക്ക്? 100 വയസ്സ് പ്രായമുള്ള എബനേസർ കുടുംബത്തോടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ആഘോഷിക്കാൻ പോവില്ലയോ? എന്തോ വിറ്റെല്ലാം ഇത് വിട്ട് പിന്നെ പെയിൻറ്റും അടിച്ച് എല്ലാം ഉണ്ട്. പക്ഷേ ഇത് ചോദിച്ചാൽ അറിയാം 100 കൊല്ലമോ. അതിനച്ഛൻ ഈ വൈവിധ്യത്തിലേക്ക് വെച്ചിരിക്കുന്നത് ഒരു 19 പേരെങ്കിലും 100 പേരെങ്കിലും വന്ന് പങ്കെടുക്കാം. ആരെവിടെ ആർക്ക് വേണം? ഭക്തന്മാരൊക്കെ ഇപ്പോൾ വീട്ടിൽ ഇരിക്കും. സാറിനെ പോലുള്ള ഉന്നതന്മാരൊക്കെ വന്നതിനാണ് നമുക്ക് സന്തോഷമുള്ളത്. അധ്യാപക ശ്രേഷ്ഠൻ എന്നെക്കാട്ടിലൊക്കെ എത്ര ശ്രേഷ്ഠമായ പദവിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അല്ല, ഞാനൊരു സന്തോഷം പറഞ്ഞതാണ്. ഈ പ്രസാദും തോമച്ചനുമൊക്കെ എന്നെക്കാട്ടിലൊക്കെ ശ്രേഷ്ഠമായിരിക്കുന്ന ആളുകളാണ്. അവിടെയാണ് ഞാൻ നിന്ന് പറയുന്നത്. ഇതൊക്കെ ദൈവാത്മാവ് പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇങ്ങോട്ട് എത്ര കൂട്ടം കാര്യം പറഞ്ഞു ആണ് നോക്കരുത് ഞാൻ പറഞ്ഞില്ലേ? ഇതാ ഞാൻ ചോദ്യം വരുന്നു. ഓ അങ്ങനല്ല, ഞാൻ എത്ര കൂട്ടം കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഈ കൊച്ചു അങ്ങനല്ലെന്ന് എത്ര കൂട്ടം കാര്യങ്ങൾ പറഞ്ഞെന്ന്. ആ അത് എൻ്റെ കുഴപ്പമില്ല. 7 കാര്യം പറഞ്ഞു. 7 കാര്യം ദൂതൻ പറഞ്ഞ കാര്യമാണ്. 7 കാര്യം പറഞ്ഞു. 7 കാര്യം പറഞ്ഞത്
വലിയവനാകുമെന്ന് മാത്രമേ ഉള്ളൂ. 1 മുതൽ പറ. 1, നീ ഗർഭം ധരിച്ച ഒരു മകനെ. 1, പിന്നെ 2, 3, 4, ദാവീദിന് സിംഹാസനം കൊടുക്കും. 5, യാക്കോബ് ഗൃഹത്തിൽ എന്നേക്കും രാജാവായിരിക്കും. 7, അവൻ്റെ രാജ്യത്വത്തിന് അവസാനം, അതാ ലാസ്റ്റ്, അവൻ്റെ രാജ്യത്വത്തിന് അവസാനം വരികയില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഒരിക്കലും നശിച്ചു പോകാത്തൊരു രാജ്യത്വം സ്ഥാപിക്കും. അവൻ്റെ രാജ്യത്വത്തിന് ഒരിക്കലും അവസാനം. എന്നത്തെ പ്രഡിക്ഷനായത്? ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ചു കഴിഞ്ഞ് ഏകദേശം 600 ശിഷ്ടം വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു പ്രഡിക്ഷനായത്. ദാനിയേൽ പ്രവചിച്ചത് ഈ കാലത്ത് ജീവിക്കുന്ന ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. പക്ഷേ ദാനിയേൽ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ സംഭവിക്കുന്നതായിട്ടാണ്. എന്ത്? പുതിയ നിയമത്തിലെ യേശുവിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നു. ആട്ടെ, എത്ര കാര്യം സംഭവിച്ചു? പിന്നെ നോക്കുക. ഇല്ല. എത്ര കാര്യം സംഭവിച്ചു? 5 ഇല്ല, 4 ഉള്ളൂ. എന്തൊക്കെയാണ്? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. പിന്നെ അവന് പേരിടണം. 3, അവൻ വലിയവനാകും. യേശു യോഹന്നാനേക്കാൾ, ശലോമോനേക്കാൾ വലിയവൻ. യേശു മോശയേക്കാൾ വലിയവൻ, ദേവാലയത്തേക്കാൾ വലിയവൻ, തിരശ്ശീലയേക്കാൾ വലിയവൻ, യാഗങ്ങളേക്കാൾ വലിയവൻ. യേശു അവൻ വലിയവനാകും. പിന്നെ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. എപ്പോൾ കേട്ടു അത്? മറുമലയിലല്ല, സ്നാനത്തിൻ്റെ സമയത്ത് കേട്ടു. അപ്പം 4 കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇനി 3 കാര്യങ്ങൾ ഇനിയും നടക്കണം. എന്തൊക്കെ നടക്കണം? 1, ഈ തോമാച്ചൻ്റെ നോട്ടം കണ്ടിട്ട് ഈ ദാനിയേൽ പ്രവചനത്തിനകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോന്ന് ഇപ്പം മനസ്സിലായി. ഇങ്ങനെ പഠിക്കുന്നതിന് അർത്ഥം മനസ്സിലായി. 5, ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അധികം താമസിക്കാതെ നമ്മുടെ പ്രിയ കർത്താവ് മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്ന തൻ്റെ മക്കളെ തന്നരികിൽ ചേർത്ത റാപ്ചറിലൂടെ സഭയെ ഭൂമിയിൽ നിന്ന് എടുത്തു കൊള്ളപ്പെട്ട ശേഷം വീണ്ടും സഭയുമായി യെരുശലേം ആസ്ഥാനമായി അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് 1000 വർഷം ഈ ഭൂമിയിൽ ഭരണം നടത്തും. അന്ന് നമ്മളും കൂടെ ഉണ്ടായിരിക്കും. ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുന്നവരുടെ ഗണത്തിൽ നമ്മളെയും ദൈവം ഉൾപ്പെടുത്തും. അങ്ങനെയൊക്കെ വാക്യമുണ്ട്. ഇതെല്ലാം എടുത്ത് ഞാൻ റെഫറൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. യേശുക്രിസ്തു ലോകത്തിലായിരുന്നു പറഞ്ഞതാണ്. അവനോട് കൂടെ സിംഹാസനം ഇരുന്നുകൊണ്ട് നിങ്ങൾ ഇസ്രായേൽ ഗോത്രത്തെ ന്യായം വിധിക്കുമെന്ന് പറഞ്ഞതാണ്. തമ്പുരാൻ ലോകത്തായിരുന്നപ്പോൾ കണ്ടുപിടിച്ചു, ഞാൻ പറയുന്നില്ല, കണ്ടുപിടിച്ചു. അത് യേശു പറഞ്ഞതാണ് ലോകത്തിലായിരുന്നപ്പോൾ. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഈ കണ്ട ദർശനം സാക്ഷാത്കരിക്കാൻ പോകുന്നു നമ്മുടെ കാലത്ത്. അതാണ് ഈ ലൂക്കോസ് സുവിശേഷം നമ്മൾ വായിച്ചത്. 4 കാര്യങ്ങൾ സംഭവിച്ചു, ഇനിയും 3 കാര്യങ്ങൾ സംഭവിക്കണം. അതിൻ്റെ 3-ാമത്തേതാണ് ഇതേ ദർശനം ദാനിയേലിന് 7-ാമത്തെ അധ്യായത്തിൽ കിട്ടി. ഇതേ ദർശനം ദാനിയേലിന് 7-ാമത്തെ അധ്യായത്തിൽ കിട്ടി. അത് 4 ഘോരവും ഭയങ്കരമായിരിക്കുന്ന മൃഗങ്ങളെക്കുറിച്ചായിരുന്നു. എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ ദാനിയേൽ കണ്ടൊരു ദർശനമുണ്ട്, 13-ാം വാക്യം. അതുകൂടെ വായിച്ചതിനെ അവസാനിപ്പിക്കുക. അപ്പോൾ ഇവിടെ നമ്മളെ വായിച്ചതിനോട് താരതമ്യേനം ഉള്ള ചില കാര്യങ്ങൾ അടുത്ത് വരും. 7:13. അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ദ സെയിം. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് ഈ ആധിപത്യം, അതായത് രാത്രി ദർശനങ്ങൾ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അതെന്തിനെ കുറിക്കുന്നതാണ്? യേശുവിൻ്റെ ലോകത്തിലേക്കുള്ള പുനരാഗമനത്തെക്കുറിച്ച്. വരവെന്ന് പറയുമ്പോൾ ആദ്യത്തെ ആയിക്കോ, പുനരാഗമനത്തെക്കുറിച്ച്. സെക്കൻഡ് കമ്മിങ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എങ്ങനെയാണ്? ആകാശ മേഘങ്ങളോട് വരും.
വലിയൊരു പ്രസംഗ വിഷയമാണ്. ഈ അടുത്ത സമയത്ത് ഒരിടത്ത് ഞാനത് പ്രസംഗിച്ചു. ആകാശമേഘങ്ങളോടെ അവൻ വരും. അവൻ വരുന്ന സന്ദർഭത്തിൽ എന്തിനാ വരുന്നെന്നാണ് അവിടെ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത ആധിപത്യമാണ്, അത് നിത്യരാജ്യത്വമാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നതായിട്ട് ദാനിയേലിന്റെ ദൈവം വെളിപ്പെടുത്തി. നിത്യരാജ്യത്വം, നിത്യരാജാവായി ആരും ഒരു പഴയ പാട്ട് നിങ്ങളുടെ ആരുടെയും മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ? അല്ലല്ലോ, രാജാതിരാജല്ലോ, അതിലൊക്കെ ഒത്തിരി പഴയതാണ്, പഴയ പാട്ടാണ്. ഇതെല്ലാം അപ്പം പഠിപ്പിച്ച പാട്ടുകളാണ്. നീക്കും ലോകവാഴ്ച യേശു രാജരാജൻ താൻ, പ്രാപിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധർക്കാർ. നീക്കും ലോകവാഴ്ച യേശു രാജരാജൻ താൻ, പ്രാപിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധർക്കാർ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു. വരവിനായി തൻ വചനം പോൽ നീ അച്ഛൻ്റെ അപ്പച്ചനൊക്കെ പാടിയിട്ടുള്ളതാണ്. അച്ഛൻ്റെ അപ്പച്ചനൊക്കെ പാടിയിട്ടുള്ള അച്ഛനറിയാമെന്ന് എനിക്കറിയത്തില്ല. അപ്പച്ചനൊക്കെ പാടി എന്തോ ഇവിടെയും പാടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏതാ? രാജാതിരാജനാണ്. ദൈവം തൻ വിശുദ്ധന്മാരും കണ്ണുനീരെല്ലാം നീക്കിയേകും നിത്യജീവൻ എന്നേക്കുമായി. വിളിക്കല എന്നേക്കുമായി. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ. മുൾമുടി അണിഞ്ഞു രക്തധാരിയായവൻ, പൊൻകിരീടം ചൂടിപ്പ് പൂർണ്ണനായിതാ. മുൾമുടി അണിഞ്ഞു രക്തധാരിയായവൻ, പൊൻകിരീടം ചൂടി തേജപൂർണ്ണനായിതാ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടും. ഒരു ചരണം പാടിക്കാട്ടെ. വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ. നീക്കും ലോകവാഴ്ച യേശു രാജരാജൻ താൻ, സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധർക്കാർ. നീക്കും ലോകവാഴ്ച യേശു രാജരാജൻ താൻ, ആമേൻ, പ്രാപിക്കും സ്വർഗീയ തൻ വിശുദ്ധർക്കാർ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ. പ്രാർത്ഥിക്കും. നിന്റെ വചനത്തെ ഞങ്ങളുടെ ജീവിതകാലത്തിൽ കർത്താവെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പലതായ സംഭവത്തിനായി അവർക്ക് പ്രാർത്ഥിക്കും. നീ കൊടുത്ത അറിവിനായി, നീ കൊടുത്ത സ്വർഗീയ ജ്ഞാനത്തിനായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. ദൈവമേ, ഈ ദേശത്ത് ഞങ്ങളുടെ സമൂഹമധ്യേ കർത്താവെ ദൈവജനത്തിൻ്റെ വക്താവായി നീ ഉയർത്തുന്നു സ്തോത്രം. ഇതൊക്കെ കണ്ട് ഞങ്ങളുടെ തലമുറകൾ വളരുവാൻ കർത്താവ് ഇടയാക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, ഞങ്ങളുടെ തലമുറകൾക്ക് ഈ ദൈവജനത്തിനോട് കർത്താവെ അകമഴിഞ്ഞതായ സ്നേഹം നോക്കി കർത്താവെ അത് പഠിക്കുവാനുള്ളതായ വ്യക്തതയും കൊടുക്കണമേ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുറവുകളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവെ. ഇതിൻ്റെ വരവേറ്റ് ഓർത്തിരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ ഒരുങ്ങുവാൻ, ഞങ്ങളെ തന്നെ കർത്താവെ അതിന് യോജിച്ച വിശുദ്ധ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാനും സഹായിക്കും. സേവകയ്ക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ 100-ാം വർഷം ആചരിക്കുന്ന സമയത്തും വിശുദ്ധിയോടെ ദൈവത്തെ സ്നേഹിക്കുന്നതായ ഒരു തലമുറ ഉയർത്തെഴുന്നേൽപ്പാൻ തക്കവണ്ണം കർത്താവെ ഇടയാക്കണമെന്നും പ്രാർത്ഥിക്കണം. അതിനെ കണ്ടിച്ച് അനുഗ്രഹിക്കണമേ കർത്താവെ. ഇതിനും അതിനെ വിലപ്പെടുത്തി ഓർത്ത് സ്തോത്രം. അടിയൊക്കെ സാവകാശത്തെയും ഇവിടെ വന്നിരുന്ന ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിനെ കേൾക്കുവാൻ പ്രാർത്ഥിക്കാനായി സ്തോത്രം. കുറവ് ഓർത്തെഴുതി കർത്താവെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന. ആമേൻ.